നമ്മുടെ ചിന്തയുടെ രണ്ടാമത്തെ ഭാഗമായ ശിക്ഷയെപ്പറ്റിയും നോക്കിയിട്ട് നമുക്ക് ഉപസംഹരിക്കാം. നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല. കേൾക്കുക അവിശ്വാസികളെ, നിങ്ങൾ ഈ രാവിലെ നിങ്ങളുടെ പാപത്തെക്കുറിച്ച് കേട്ടു, ഇപ്പോൾ നിങ്ങളുടെ ശിക്ഷയെക്കുറിച്ചും കേൾക്കുക. നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല. ഇത് ദൈവത്തിൻ്റെ സ്വന്തം വിശുദ്ധന്മാർക്കും പലപ്പോഴും അങ്ങനെ തന്നെയാണ്. അവർ അവിശ്വസിക്കുമ്പോൾ കരുണയെ അവരുടെ കണ്ണാലെ കാണുന്നു, പക്ഷെ അതിൽ നിന്ന് അനുഭവിക്കുന്നില്ല. ഇപ്പോൾ ഈ മിസ്രയീം ദേശത്തിൽ ധാന്യമുണ്ട്, എന്നാൽ ദൈവത്തിൻ്റെ മക്കളിൽ ചിലർ ശബത്ത് നാളിൽ ഇവിടെ വന്ന് പറയും, എൻ്റെ കൂടെ കർത്താവ് ഉണ്ടോ എന്നറിയില്ല. അവരിൽ ചിലർ പറയും, സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു, എന്നാൽ അത് വിജയമായിരുന്നോ എന്ന് എനിക്കറിയില്ല. അവർ എല്ലായ്പ്പോഴും സംശയത്തിലും ഭയത്തിലുമാകുന്നു. അവർ സഭയുടെ പുറത്തേക്ക് ഇറങ്ങിയാൽ കേൾക്കുക, നിനക്ക് ഇന്ന് നല്ല ഒരു അത്താഴം കിട്ടിയോ? എനിക്കൊന്നും കിട്ടിയില്ല. തീർച്ചയായും ഇല്ല. നിന്റെ കണ്ണുകൾ കൊണ്ട് നീ അതിനെ കാണുവാൻ കഴിയും, എന്നാൽ കഴിക്കുവാനാവില്ല, കാരണം നിനക്ക് വിശ്വാസമില്ല. നീ വിശ്വാസത്തോടു കൂടെ വന്നിരുന്നുവെങ്കിൽ നിനക്കും ഒരു ഭാഗം ലഭിച്ചേനെ. ഞാൻ ചില ക്രിസ്ത്യാനികളെ കണ്ടിട്ടുണ്ട്. അവർ അത്രയേറെ വിമർശനപരമായി മാറിയിരിക്കുന്നു. അവർക്ക് നിശ്ചിത സമയത്ത് നൽകപ്പെടുന്ന മാംസത്തിൻ്റെ മുഴുവൻ അംശവും കൃത്യമായി ചതുരക്കഷ്ണങ്ങളായി മുറിച്ച് ചില അലങ്കരിച്ച പാത്രത്തിൽ വെച്ച് കൊടുക്കാത്ത പക്ഷം അവർ അത് കഴിക്കില്ല. അവർക്ക് ആഹാരമില്ലാതെ ഇരിക്കേണ്ടി വരും. അവരുടെ വിശപ്പ് വരുന്നതുവരെ അവർക്ക് ആഹാരമില്ലാതെ ഇരിക്കേണ്ടി വരും. അത് അവർക്ക് ചില ദുരിതങ്ങൾ സമ്മാനിക്കും. അവരുടെ വയറ്റിൽ കയറ്റുന്ന കയ്പ് വഴി അവർക്ക് ഭക്ഷണം കഴിക്കേണ്ടി വരും. 1-2 ദിവസം ആശുപത്രിയിൽ അടച്ചിടും. അപ്പോൾ വിശപ്പ് തിരിച്ചു വരും. പിന്നെ ഏറ്റവും സാധാരണപ്പെട്ട ഭക്ഷണവും ഏറ്റവും സാധാരണപ്പെട്ട പാത്രത്തിൽ പോലും അല്ലെങ്കിൽ പാത്രമില്ലാതെയും അവർ ആഹാരമായി സ്വീകരിക്കുവാൻ തയ്യാറാകും. എന്നാൽ ദൈവത്തിൻ്റെ ജനങ്ങൾ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷയിൽ നിന്ന് പോഷിപ്പിക്കപ്പെടാതിരിക്കുവാനുള്ള യഥാർത്ഥ കാരണം അവർക്ക് വിശ്വാസമില്ല എന്നതാണ്. നിങ്ങൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു വാഗ്ദാനം കേട്ടാൽ പോലും മതി. നിങ്ങളൊരു നല്ല സംഗതിയെ പുൾപിറ്റിൽ നിന്ന് കേട്ടാൽ മതി. അത് നിങ്ങളുടെ ആത്മാവിന് ആഹാരമാകുമായിരുന്നു. കാരണം നാം കേൾക്കുന്ന അളവല്ല, എന്നാൽ നാം വിശ്വസിക്കുന്ന അളവാണ് നമുക്ക് ഗുണകരമാകുന്നത്. നാം സത്യസന്ധമായും ജീവനുള്ള വിശ്വാസത്തോടെയും ഹൃദയത്തിൽ സ്വീകരിക്കുന്നത് എന്താണോ അതാണ് നമ്മുടെ ലാഭം. ഇത് ഞാൻ മാനസാന്തരപ്പെടാത്തവരോട് പ്രയോഗിക്കാം. അവർ പലപ്പോഴും ദൈവത്തിൻ്റെ മഹത്തായ പ്രവൃത്തികൾ ചെയ്തത് അവരുടെ കണ്ണാൽ കാണുന്നു, എന്നാൽ അവരത് ഭുജിക്കുന്നില്ല. ഈ രാവിലെ ഇവിടെ ഒരു വലിയ ജനസമൂഹം കണ്ണാൽ കാണാൻ വന്നിട്ടുണ്ട്, പക്ഷേ എല്ലാവരും അത് ഭുജിക്കുമോ എന്നതിൽ ഞാൻ സംശയിക്കുന്നു. മനുഷ്യന് കണ്ണുകളാൽ ഭക്ഷിക്കാനാകില്ല. അതായത് അവർക്ക് കഴിയുമെങ്കിൽ മിക്കവരും നന്നായി പോഷണമേറിയവരായിരിക്കുമായിരുന്നു. അതുപോലെ ആത്മീയമായി വ്യക്തികൾക്ക് അവരുടെ കാതുകളാൽ കേട്ടുകൊണ്ടും പ്രഭാഷകനെ നോക്കിക്കൊണ്ടും മാത്രം പോഷിപ്പിക്കപ്പെടുവാൻ കഴിയുകയില്ല. അതിനാൽ തന്നെ ഞങ്ങൾക്ക് തോന്നുന്നത് നമ്മുടെ സഭയിലെ ഭൂരിഭാഗം ആളുകളും കേവലം കാണാനാണ് വരുന്നത്. ആഹാ, ഈ വിടുവായൻ എന്ത് പറയുന്നുവെന്ന് കേൾക്കാം, കാറ്റിനാൽ ഉലയുന്ന ഞാങ്ങട പോലെ എന്നവർ പറയുന്നു. പക്ഷേ അവർക്ക് വിശ്വാസമില്ല. അവർ വരുന്നു, അവർ കാണുന്നു, വീണ്ടും കാണുന്നു, എന്നാൽ ഒരിക്കലും ഭക്ഷിക്കുന്നില്ല. ഇവിടെ മുൻവശത്ത് ഒരാളുണ്ട്, താൻ മാനസാന്തരപ്പെട്ടു. താഴെ ഒരാൾ ഫലവത്തായ കൃപയാൽ വിളിക്കപ്പെടുന്നു. ഒരു പാപി തൻ്റെ പാപഭാരത്താൽ കരയുന്നു. മറ്റൊരാൾ ദൈവത്തോട് കരുണയ്ക്കായി യാചിക്കുന്നു. മറ്റൊരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ദൈവമേ, എനിക്ക് കരുണ കാണിക്കണമേ, ഞാൻ പാപിയാകുന്നു. ഈ ആരാധനാലയത്തിൽ വലിയൊരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു, പക്ഷേ നിങ്ങളിൽ ചിലർക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ യാതൊരുവിധ പ്രവൃത്തിയും നടക്കുന്നില്ല. എന്തുകൊണ്ടാണിത്? കാരണം ഇത് അസാധ്യമെന്ന് നിങ്ങൾ കരുതുന്നു. ദൈവം പ്രവർത്തിക്കുന്നില്ലെന്ന് നിങ്ങൾ കരുതുന്നു. തന്നെ ആദരിക്കാത്തവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ല. അവിശ്വാസം നിങ്ങളെ ഈ ഉണർവിൻ്റെ സമയങ്ങളിലും ദൈവാനുഗ്രഹത്തിൻ്റെ പകർച്ചയ്ക്കിടയിലും മാനസാന്തരമില്ലാതെ, വിളിക്കപ്പെടാതെ, രക്ഷിക്കപ്പെടാതെ ഇരിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. പക്ഷേ ഈ വലിയ ശാപത്തിൻ്റെ നിറവേറൽ അടുത്തിരിക്കുന്നു. വൈറ്റ്ഫീൽഡ് ചിലപ്പോൾ തൻ്റെ കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിച്ചു പറയാറുണ്ടായിരുന്നു, എൻ്റെ ശബ്ദം പോരാ, അല്ലെങ്കിൽ ഞാനും വിളിച്ചു പറയുമായിരുന്നു, വരുവാനുള്ള കോപം. നിങ്ങൾ ഭയപ്പെടേണ്ടത് ഇപ്പോഴത്തെ കോപമല്ല, വരുവാനുള്ള കോപമാണ്. ഒരു ശിക്ഷാവിധി വരുന്നുണ്ട്. എപ്പോഴാണെന്നോ? നിങ്ങളത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും, എന്നാൽ അതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല. എൻ്റെ മനസ്സിൽ ആ മഹത്തായ ദിവസം പ്രത്യക്ഷമാകുന്നു. അന്ത്യസമയത്തിൻ്റെ അവസാന മണിക്കൂർ വന്നിരിക്കുന്നു. ഞാൻ മരണമണിയുടെ മുഴക്കം കേൾക്കുന്നു. കാലം കഴിഞ്ഞു, നിത്യത ആരംഭിച്ചു. കടൽ തിളയ്ക്കുന്നു. അതിൻ്റെ തിരകൾ അസാധാരണമായ തേജസ്സിൽ ജ്വലിക്കുന്നു. ഒരു മഴവില്ലും ഒരു പറക്കുന്ന മേഘവുമുണ്ട്. അതിനു മുകളിൽ ഒരു സിംഹാസനം. അതിന്മേൽ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ ഇരിക്കുന്നു. ഞാൻ അവനെ അറിയുന്നു. അവൻ്റെ കൈകളിൽ ഒരു തുലാസാണ്. അവൻ്റെ മുമ്പിൽ പുസ്തകങ്ങളുണ്ട്.
ജീവൻ്റെ പുസ്തകം, മരണത്തിൻ്റെ പുസ്തകം, ഓർമ്മയുടെ പുസ്തകം. അവൻ്റെ മഹിമ ഞാൻ കാണുന്നു, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. അവൻ്റെ മഹത്തായ പ്രത്യക്ഷത ഞാൻ കാണുന്നു. അവൻ തൻ്റെ വിശുദ്ധന്മാരാൽ മഹത്വപ്പെടേണ്ടതിന് വരുന്നു എന്നതിനാൽ ഞാൻ ആനന്ദിക്കുന്നു. പക്ഷേ അവിടെ നരകയാതനയിലേക്ക് പോകുവാൻ ഒരു ജനത്തിരക്കുണ്ട്. അവർ ഭീതിയോടെ തങ്ങളെ തന്നെ ഒളിച്ചു പോകുവാൻ ശ്രമിക്കുന്നു. എന്നിരുന്നാലും അവർ അവനെ നോക്കുന്നു. കാരണം അവർ തങ്ങളുടെ കയ്യാൽ കുത്തിയവനെ നോക്കാതെ പോകുവാൻ കഴിയുകയില്ല. പക്ഷെ അവർ നോക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഈ മുഖത്തിൽ നിന്ന് എന്നെ മറയ്ക്കുക. എങ്ങനെയുള്ള മുഖം? കല്ലുകളെ അവൻ്റെ മുഖത്തിൽ നിന്ന് എന്നെ മറയ്ക്കുവിൻ. ഏതു മുഖം? യേശുവിൻ്റെ മുഖം, മരിച്ച മനുഷ്യൻ. എന്നാൽ ഇപ്പോൾ ന്യായവിധിക്കായി വന്നിരിക്കുന്നു. എന്നാൽ അവൻ്റെ മുഖത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒളിക്കുവാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് അത് കാണേണ്ടതായി വരും. എങ്കിലും നിങ്ങൾ വലത്തുഭാഗത്ത് മഹത്വത്തിൻ്റെ വസ്ത്രം ധരിച്ച് ഇരിക്കില്ല. യേശു മേഘങ്ങളിൽ ജയോത്സവമായി വരുമ്പോൾ നിങ്ങൾ അതിൽ പങ്കെടുക്കുകയുമില്ല. നിങ്ങളത് കാണും, പക്ഷേ നിങ്ങളതിൻ്റെ ഭാഗമാകില്ല. ഓ, ഇപ്പോൾ ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രതാപത്തോടെ രക്ഷിതാവ് തൻ്റെ രഥത്തിൽ വാനവില്ലിൽ സഞ്ചരിച്ചു സ്വർഗത്തിലേക്ക് പോകുന്നു. അവൻ തൻ്റെ ഊർജ്ജസ്വലമായ കുതിരകളെ ആകാശത്തെ പ്രകമ്പനം കൊള്ളിച്ച് സ്വർഗീയ പർവ്വതത്തിലേക്ക് ഓടിച്ചു പോകുമ്പോൾ വെളുത്ത വസ്ത്രം ധരിച്ച ഒരു വലിയ സഭ അവനെ അനുഗമിക്കുന്നു. അവൻ്റെ രഥചക്രങ്ങളുടെ അടിയിൽ അവൻ പിശാചിനെ, മരണത്തെ, നരകത്തെയും വലിച്ചഴച്ചു കൊണ്ടുപോകുന്നു. അവരുടെ കയ്യടിയുടെ ശബ്ദം കേൾപ്പിൻ. അവർ വിളിച്ചു പറയുന്നു, അവിടുന്ന് ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി. അവർ ആ സ്വർഗീയ ഗാനം പാടി ഉണരുന്നത് കേൾപ്പിൻ. ഹല്ലേലൂയ! സർവശക്തനായ കർത്താവ് രാജാവായിരിക്കുന്നു. അവരുടെ ശോഭയുള്ള രൂപം നോക്കുക. അവരുടെ നെറ്റിയിലെ കിരീടം ശ്രദ്ധിക്കുക. അവരുടെ പൊന്മണി വസ്ത്രങ്ങൾ കാണുക. അവരുടെ മുഖങ്ങളിൽ നിറഞ്ഞ ആനന്ദം കാണുക. നിത്യനായവൻ്റെ ഒപ്പം ചേർന്ന് അവരുടെ പാട്ട് സ്വർഗത്തിലേക്ക് ഉയർന്നു പറയുന്നത് കേൾപ്പിൻ. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. ഉത്സവ ദിനത്തിലെന്ന പോലെ അവൻ നിന്നിൽ ആനന്ദിക്കും. കാരണം അവൻ്റെ അനന്തമായ സ്നേഹത്താൽ ഞാൻ അവനുള്ളതായിരിക്കുന്നു. നിങ്ങൾ ഈ സമയങ്ങളിൽ എവിടെയായിരുന്നു? നിങ്ങൾക്ക് അവരെ മുകളിൽ കാണുവാൻ കഴിയും. പക്ഷേ നിങ്ങൾ എവിടെയാണ്? നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നു, പക്ഷേ അതിൽ നിന്ന് നിങ്ങൾക്ക് തിന്നുവാൻ കഴിയില്ല. വിവാഹ വിരുന്ന് ഒരുക്കിയിരിക്കുന്നു. നിത്യതയിൽ നിന്നുള്ള നല്ല പഴയ വീഞ്ഞുകൾ കൊണ്ടുവന്നിരിക്കുന്നു. രാജാവിൻ്റെ വിരുന്നിൽ അവർ ഇരിക്കുന്നു. പക്ഷേ നിങ്ങൾ അവിടെ ദുഃഖിതനും വിശന്നവനുമായി. നിങ്ങൾക്കതിൽ നിന്ന് തിന്നുവാൻ കഴിയില്ല. ഓ, നിങ്ങൾ കൈകൾ ഞെരിക്കുന്നു. മേശയിൽ നിന്ന് ഒരു കഷ്ണം കിട്ടിയിരുന്നുവെങ്കിൽ, നായയെ പോലെയെങ്കിലും മേശയ്ക്ക് കീഴിൽ ഇരിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. നിങ്ങൾക്ക് നരകത്തിൽ ഒരു നായയായിരിക്കാം, പക്ഷേ സ്വർഗത്തിൽ ഒരു നായയായിരിക്കുകയില്ല. പക്ഷേ ഒടുവിൽ എനിക്ക് നിങ്ങളെ നരകത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കാണുവാൻ കഴിയുന്നു. ഒരു പാറയിലേക്ക് കെട്ടിയിരിക്കുന്നു. പശ്ചാത്താപത്തിൻ്റെ കഴുകൻ നിങ്ങളുടെ ഹൃദയം കാർന്നു തിന്നുന്നു. അപ്പോഴാണ് മുകളിൽ ലാസർ അബ്രഹാമിൻ്റെ മടിത്തട്ടിൽ ഇരിക്കുന്നതിനെ നിങ്ങൾ കണ്ണുകൾ ഉയർത്തി കാണുന്നത്. എൻ്റെ പടിപ്പുരക്കിൽ കിടന്നിരുന്ന ദരിദ്രൻ, നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. അവൻ അവിടെ സ്വർഗത്തിലാണ്, ഞാൻ താഴെ നരകത്തിൽ വീണിരിക്കുന്നു. അബ്രഹാം പിതാവേ, ലാസർ വിരലിൻ്റെ വറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. പക്ഷേ അതിനാകില്ല. നിങ്ങൾ അവിടെ കിടക്കുമ്പോൾ നരകത്തിൽ ഏറ്റവും ഭയാനകമായ കാര്യം അത് സ്വർഗത്തിലെ വിശുദ്ധന്മാരെ കാണുന്നതായിരിക്കും. ഓ, എന്നെ പുറത്താക്കുകയും എൻ്റെ അമ്മയെ സ്വർഗത്തിൽ കാണുകയും ചെയ്യുമ്പോൾ എങ്ങനെ സഹിക്കും? ഓ പാപി, ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ സഹോദരനെ സ്വർഗത്തിൽ കാണുന്നു. അവൻ നിങ്ങളുടെ കൂടെ അതേ കിടക്കയിൽ കിടന്നവൻ, അതേ വീട്ടിൽ കളിച്ചവൻ. എന്നാൽ നിങ്ങൾ പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവേ, നിങ്ങളുടെ ഭാര്യ സ്വർഗത്തിലിരിക്കുന്നു. നിങ്ങൾ ശപിക്കപ്പെട്ടവരിൽ ഒരാളാണ്. നോക്കൂ, പിതാവേ, നിങ്ങളുടെ മകൻ സിംഹാസനത്തിന് മുന്നിലുണ്ട്. നിങ്ങൾ ദൈവത്താൽ ശപിക്കപ്പെട്ടവനും മനുഷ്യരാൽ ശപിക്കപ്പെട്ടവനുമായി നരകത്തിൽ. ഓ, നരകത്തിൻ്റെ നരകം സ്വർഗത്തിൽ നമ്മുടെ സുഹൃത്തുക്കളെ കാണുകയും നമ്മൾ നഷ്ടപ്പെട്ടിരിക്കുന്നതും ആയിരിക്കും. ഞാൻ നിങ്ങളോട് യാചിക്കുന്നു, ക്രിസ്തുവിൻ്റെ മരണം മൂലം, അവൻ്റെ വ്യസനം, രക്തം ചീന്തിയ വിയർപ്പ്, അവൻ്റെ ക്രൂശും പീഡനവും, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വിശുദ്ധമായതുകൊണ്ടും സമയത്തിലും നിത്യതയിലും ഗൗരവമായതെല്ലാം കൊണ്ടും, നരകത്തിലുള്ള ഭയാനകത കൊണ്ടും സ്വർഗത്തിലുള്ള എല്ലാ മഹത്വം കൊണ്ടും എന്നേക്കുമായി എന്ന ഭയാനകമായ ചിന്ത കൊണ്ടും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു. നിങ്ങൾ ശപിക്കപ്പെടുകയാണെങ്കിൽ അതിൻ്റെ കാരണം അവിശ്വാസമായിരിക്കും. നിങ്ങൾ നഷ്ടപ്പെടുകയാണെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കാത്തതായിരിക്കും അതിൻ്റെ കാരണം. നിങ്ങൾ നശിച്ചാൽ അതിൻ്റെ ഏറ്റവും കഠിനമായ വിഷം ഈ ഒരു സത്യമായിരിക്കും: നിങ്ങൾ രക്ഷിതാവിൽ വിശ്വസിച്ചില്ല.